നമസ്കാരം, ഞാൻ ദീപ്തി. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. നാണക്കേട് മാറുമോ? മെൽബൺ ടെസ്റ്റിൽ ഓസ്ട്രേലിയ മികച്ച നിലയിൽ. 3 വിക്കറ്റ് ശേഷിക്കെ ഓസീസിന് 326 റൺസിന്റെ രണ്ടാം ഇന്നിംഗ്സ് ലീഡ്. റോജേഴ്സിനും ഷോൺ മാർഷിനും അർദ്ധ സെഞ്ചുറി. 4ാം ദിനം ഇന്ത്യ നേടിയത് 3 റൺസ് മാത്രം. പരമ്പര തോൽക്കാതിരിക്കണമെങ്കിൽ ഇന്ത്യക്ക് ജയം അനിവാര്യം. മാണിയെ വിട്ട് മുഖ്യനെ പിടിച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ജനുവരി 5-ന് സെക്രട്ടേറിയറ്റിനു മുന്നിൽ LDF ധർണ. രാജി ആവശ്യം സോളാർ കമ്മീഷൻ ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന്. പുനർമതപരിവർത്തനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രചരണം. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും LDF തീരുമാനം. ഭീകരന്റെ കാര്യത്തിൽ കോടതിക്കും പേടി. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി ലഖ്വിയെ വിട്ടയക്കണമെന്ന് പാക് ഹൈക്കോടതി. ലഖ്വിയെ വിട്ടയക്കാനുള്ള കീഴ്ക്കോടതി വിധി ശരിവച്ചു. തടവ് തുടരാനുള്ള സർക്കാർ തീരുമാനം തള്ളി. ലഷ്കർ-ഇ-തോയ്ബ ഭീകരനെ വിട്ടയക്കരുതെന്ന ഇന്ത്യയുടെ ആവശ്യം പരിഗണിച്ചില്ല. സക്കീവുർ റഹ്മാൻ ലഖ്വിയെ വിട്ടയക്കാൻ വിധിയുണ്ടായത് ഒരാഴ്ച മുൻപ്. ഇന്ത്യ ശക്തമായ പ്രതിഷേധത്തിൽ. സ്ഫോടനത്തിന് പിന്നിൽ സിമി. ബംഗളൂരുവിലേത് തീവ്രവാദി ആക്രമണമെന്ന് ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു. സംഭവത്തിന് സിമി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കും. 5 സിമി പ്രവർത്തകർ നിരീക്ഷണത്തിൽ. അന്വേഷണത്തിന് NIA. കർണാടകയിൽ ഉന്നതതല യോഗം. രാജ്യമെങ്ങും കനത്ത ജാഗ്രത. സ്ഫോടനത്തിൽ മരിച്ചത് ചെന്നൈ സ്വദേശിനി ഭവാനി. 2 പേർക്ക് പരിക്ക്. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.